ഇന്ന് ഞങ്ങൾ ഗംഗാരതി കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്കും കാണിച്ചു തരാം. ഗംഗാരതി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്നലെ ശനിയാഴ്ച വരെയായിരുന്നു. അപ്പം അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ വിഷമമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിഡേയ്സ് അല്ലല്ലോ, എങ്ങനെയാണ് കാണാൻ പോകാൻ പറ്റുക? 6:30ക്കാണ് ടൈം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ തിങ്കളാഴ്ച വിചാരിക്കും ചൊവ്വ വിചാരിക്കും ബുധനാഴ്ച പോകാൻ പറ്റുമോ. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പം ഇനി പോകാൻ പറ്റില്ല എന്നുള്ളൊരു തരം തോന്നലൊക്കെ വന്നു തുടങ്ങി. ശനിയാഴ്ച എന്തോ ഭാഗ്യത്തിന് പോകാൻ പറ്റി. മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്ന്. ഇത്ര അടുത്ത് ഗംഗാരതി വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണണം എന്നുള്ളൊരു മോഹം ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ജോലി കഴിഞ്ഞ് അതേ യൂണിഫോം ഇട്ടിട്ടാണ്. മോളാണെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പം ഞങ്ങൾക്ക് മാറാനുള്ള സമയമല്ലേ, മാറുമ്പോഴേക്ക് നമുക്ക് 6:30 ആകുമ്പോൾ ടൗണിലെത്താൻ പറ്റില്ല. അങ്ങനെ നിപ്പിൽ പോയത്. അവിടെ ചെന്നപ്പം ഭയങ്കര തിരക്കാണ്. ഈ 148 സെൻറ്റിമീറ്ററുള്ള എനിക്ക് ഗംഗാരതി കാണാനൊന്നും പറ്റില്ല. ആൾക്കൂട്ടത്തിൽ അത്രയും ഹൈറ്റ് കുറവായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ കൈ ഉയർത്തിപ്പിടിച്ച് വീഡിയോ എടുത്തു. ഇത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സൗണ്ട് ബോക്സിൻ്റെ തൊട്ടടുത്താണ്. അതെന്ന് പറഞ്ഞാൽ ചില്ലറ സൗണ്ടൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ നിൽക്കുമ്പം ഞങ്ങളെ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നിലത്തൊക്കെ ഇങ്ങനെ ഇതാവുന്നുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും നമ്മളെ ചെവിയുടെ കാര്യം ഒരു തീരുമാനമാവുമെന്ന് വരെ പേടിച്ചു. അങ്ങനെ ഞങ്ങൾ ഭംഗിയായിട്ട് പ്രോഗ്രാമൊക്കെ കണ്ടു, വീഡിയോ ഒക്കെ എടുത്തു, വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. ബസ്സിൽ കയറുകയാണേ. ബസ്സിൽ നല്ല തിരക്കാണ്. കുന്നമംഗലം വരെ ബസ്സിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട് എന്നല്ലാതെ ബസ്സിൽ നിന്ന് ഒരാൾ പോലും പുറത്തിറങ്ങുന്നില്ല. എന്തോ ഭാഗ്യത്തിന് സീറ്റൊക്കെ കിട്ടി. ആൾ ഫുള്ള് ടയേർഡായി. എന്നോട് പറഞ്ഞു ഇനി അമ്മേൻ്റെ കൂടെ ഞാൻ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനും ഇല്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അവൾക്കൊരു ലൈം ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവൾ അറിഞ്ഞില്ല. അതാണ് ഇത്ര ചിരി, സർപ്രൈസായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി മറ്റൊരു കാഴ്ചയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.